നമ്മുടെ ഇന്നത്തെ വിഷയം ദ യൂണിയൻ ഓഫ് കർമ്മ, ഭക്തി, യോഗ ആൻഡ് ജ്ഞാന. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ദ യൂണിയൻ ഓഫ് കർമ്മ, ഭക്തി, യോഗ ആൻഡ് ജ്ഞാന. കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം എന്നിവയുടെ യൂണിയൻ, സംയോജനം. ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾ സ്പിരിച്വൽ പാത്സ്. എല്ലാ ആത്മീയ പാതകളുടെയും മീറ്റിംഗ് പോയിൻ്റാണ്, സംഗമസ്ഥാനമാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പാതകളെക്കുറിച്ച് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നു. പക്ഷേ അതിൽ ആദ്യത്തെ 3 കർമ്മ, ഭക്തി, യോഗ ചെറിയ രീതിയിൽ നമ്മൾ പ്രതിപാദിക്കും. അവസാനത്തെ ജ്ഞാനമാർഗ്ഗമാണല്ലോ ശരിക്കും ദ ജേണി വിത്തിൻ. കാരണം നമ്മൾ അതിലാണ് എല്ലാം അവസാനം പോയിട്ട് ഒന്നിക്കുന്നത്. ആ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അവസാനം ജ്ഞാനമാർഗ്ഗം തന്നെയാണ്. പക്ഷേ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ്, സ്പിരിച്വാലിറ്റിയിൽ വരുന്നതാണല്ലോ കർമ്മ, ഭക്തി, യോഗ, ജ്ഞാനം എന്നുള്ളത്. സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുമ്പോൾ മെറ്റീരിയൽ വേൾഡും സ്പിരിച്വൽ വേൾഡും, മെറ്റീരിയാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഭൗതികത, സ്പിരിച്വാലിറ്റി ആത്മീയത. മെറ്റീരിയാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ റോബർട്ട് ഇംഗർസോൾ എന്ന പേരുള്ളൊരു അമേരിക്കൻ, അദ്ദേഹത്തിന് പറയുന്നത് ദ ഗ്രേറ്റ് അഗ്നോസ്റ്റിക് എന്നാണ് പറയുന്നത്. അഗ്നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ അജ്ഞേയവാദം എന്നാണ് അർത്ഥം. പരമമായ തത്വം ഉണ്ടല്ലോ, വാട്ട് എവർ വി ആർ സീക്കിംഗ്, ആ പരമമായ തത്വം അജ്ഞേയമാണ് എന്ന വാദമാണ് അജ്ഞേയവാദം. വിച്ച് മീൻസ് അറിയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരിക്കൽ സ്വാമി വിവേകാനന്ദനെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യമാണ് ഇത്. സ്വാമി സർവപ്രിയാനന്ദ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. റോബർട്ട് ഇംഗർസോൾ, ഈ വാസ് ദ ഗ്രേറ്റ് അഗ്നോസ്റ്റിക്. അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ട സമയത്ത് വിവേകാനന്ദനോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഐ ബിലീവ് ഇൻ മേക്കിംഗ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകമുണ്ടല്ലോ, നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകമുണ്ടല്ലോ, ആ ലോകത്തെ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇൻ സ്ക്വീസിങ് ദി ഓറഞ്ച് ഡ്രൈ, ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നത് പോലെ. ബിക്കോസ് ദിസ് വേൾഡ് ഇസ് ഓൾ വി ആർ ഷുവർ ഓഫ്. കാരണം എന്താണ്? ഈ ലോകത്തിൽ മാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഈ ലോകത്തെ ഉപയോഗിച്ച്? നോക്കണം, ഇത് മെറ്റീരിയാലിറ്റിയാണേ, ഭൗതികതയാണ്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മുടെ കർമ്മരംഗത്ത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും? അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കണം, അഥവാ ചൂഷണം ചെയ്യണം. ഒരു ഓറഞ്ച് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് പോലെ മെറ്റീരിയൽ വേൾഡിനെ, ഈ ലോകത്തെ അദ്ദേഹം ഒരു ഓറഞ്ചായി സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഊറ്റിയെടുക്കുകയാണ്, മാക്സിമൈസ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുക അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് ഇത് മാത്രമേ ഉറപ്പുള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ആർക്കാ ഉറപ്പുള്ളത് ദൈവം ഉണ്ട് എന്നുള്ളത്? കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഹെവൻ, സ്വർഗം, അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. ഉണ്ടോ? ഉറപ്പില്ല. എന്താ പിന്നെ ഉറപ്പുള്ളത്? ഒരേ ഒരു ഉറപ്പുള്ളത് ഈ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം. ബാക്കിയെല്ലാം സംശയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോകമാണല്ലോ സത്യം. ആ ലോകത്തെ മാക്സിമൈസ് ചെയ്യണം. അതുകൊണ്ടാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞത്, ഞാനിതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഒരു ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നത് പോലെ മാക്സിമം ഈ ലോകത്തെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓറഞ്ച് പിഴിയുക തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓറഞ്ച് കുറച്ചുകൂടെ നന്നായി പിഴിയാൻ അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു തിടുക്കവുമില്ല ഓറഞ്ച് പിഴിയാൻ. ഞാൻ മരിക്കില്ലല്ലോ. ഞാൻ മരിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓറഞ്ച് പിഴിഞ്ഞെടുക്കണം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മരിക്കില്ല. അത് കാരണം എനിക്ക് ധൃതിയില്ല, എനിക്ക് ഭയമില്ല. അതുകൊണ്ട് ഓറഞ്ച് പിഴിയുമ്പോൾ എനിക്ക് മറ്റൊരു ഉത്കണ്ഠകളുമില്ല. ഞാൻ പിഴിയുന്നു, ഞാൻ ആസ്വദിച്ചു കൊണ്ട് പിഴിയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരിലും എല്ലാത്തിലും ദൈവത്തെ കാണുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരും ഒരുപോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എല്ലാവരിലും ആ ദൈവത്തിൻ്റെ അംശം ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങിയാൽ എല്ലാവരെയും ഞാൻ ദൈവം പോലെ സ്നേഹിക്കുകയാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അദ്ദേഹം പറയാ, ഈ രീതിയിൽ ഒന്ന് ഓറഞ്ച് പിഴിഞ്ഞു നോക്കൂ, എത്ര മനോഹരമായിരിക്കും. ഇങ്ങനെ നിങ്ങൾ പിഴിഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ ആസ്വദിക്കുന്നതിൻ്റെ 10,000 മടങ്ങ് കൂടുതൽ
നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ. ഓരോ തുള്ളിയും പിഴിഞ്ഞെടുക്കൂ ഈ രീതിയിൽ എന്ന് പറഞ്ഞു. ഗെറ്റ് എവറി ലാസ്റ്റ് ഡ്രോപ്പ് ഫ്രം ദി ഓറഞ്ച്. ഇതായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ളത്, ആർ ദീസ് ടു ഡിഫറെൻറ്റ്? സ്പിരിച്വാലിറ്റി ആൻഡ് മെറ്റീരിയാലിറ്റി ശരിക്കു പറഞ്ഞാൽ രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നതാണ് ചോദ്യം. വിവേകാനന്ദ സ്വാമിയുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞ കാര്യമാണല്ലോ അദ്ദേഹം. അതിവിടെ കേട്ട സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടും രണ്ടാകാൻ വഴിയില്ല. കാരണം വെൻ യു ആർ സ്പിരിച്വൽ, മെറ്റീരിയൽ വേൾഡ് നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ സാധിക്കും. പലർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു മിസ് ആപ്രിഹെൻഷനാണ്, ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല, ലോകത്തെ വെടിയണം എന്നുള്ളതൊക്കെ. നോ, അങ്ങനെയൊന്നുമില്ല. ഇൻഫാക്റ്റ് ആ ലോകമാകുന്ന ഓറഞ്ച് കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. സ്പിരിച്വൽ അല്ലാത്ത ആളുകൾ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്, അതിനേക്കാൾ എത്രത്തോളം നിങ്ങൾ സ്പിരിച്വൽ ആണ് അത്രത്തോളം മടങ്ങ് നമുക്കെല്ലാവർക്കും മെറ്റീരിയൽ വേൾഡിനെ ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ഭയമില്ല, ഉത്കണ്ഠയില്ല, ടെൻഷനില്ല, ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. ഇതാണ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പിരിച്വാലിറ്റി. ദീസ് ടു ആർ നോട്ട് ഡിഫറെൻറ്റ് അറ്റ് ഓൾ. അത് ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നത് അതറിയാത്തവർ മാത്രമാണ്. ആ സ്പിരിച്വാലിറ്റിയുടെ എസെൻസ് അനുഭവതലത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടും അറിയാം. സ്പിരിച്വാലിറ്റി എന്തെന്നറിയാം, മെറ്റീരിയാലിറ്റി എന്തെന്നറിയാം. പക്ഷേ ഈ സ്പിരിച്വാലിറ്റിയുടെ എസെൻസ് അറിയാത്തവർക്ക് മെറ്റീരിയാലിറ്റി മാത്രമേ അറിയൂ. അപ്പോൾ ഇംഗർസോൾ പറഞ്ഞതുപോലെയാവും. അപ്പോൾ എല്ലാത്തിനും ഒരു ധൃതിയാണ്. കാരണം ഞാൻ പിഴിയുന്നതിനേക്കാളും ഫാസ്റ്റിൽ നിങ്ങൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓറഞ്ച് ജ്യൂസ് കിട്ടും. സത്യമല്ലേ? അതെ, കുറച്ച് കൺസ്യൂമേഴ്സേ ഉള്ളൂ. നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് വേണം വിൽക്കാമെന്ന് വിചാരിക്കുക. ഞാൻ പിഴിയുന്നത് കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെക്കാൾ സ്പീഡിൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള കൺസ്യൂമേഴ്സിന് നിങ്ങളുടെ ഓറഞ്ച് ജ്യൂസ് വിൽക്കും. എനിക്ക് എൻ്റെ ഓറഞ്ച് ജ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കുടിക്കേണ്ടി വരും, കേട് വന്നു പോകും. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, എനിക്ക് ധൃതിയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ട കർമ്മം സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, വെൻ യു ബിക്കം ഡീപ്ലി സ്പിരിച്വൽ യു ബിക്കം ട്രൂലി ഓർഡിനറി എന്നാണ്. ഒരു സാധാരണ വ്യക്തിയായി മാറുകയാണ് നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ ചെയ്യുന്നത്. തെറ്റായ ധാരണയാണ് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ വേറെ എവിടെയോ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലാവുള്ളത്. ബട്ട് റിയൽ സ്പിരിച്വൽ പീപ്പിൾ, ദേ ആർ റിയലി ഡൗൺ ടു എർത്ത് ബിക്കോസ് ദേ ആർ വെരി വെരി ഓർഡിനറി. അവർക്ക് ഈഗോ ഇല്ല. ഈഗോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നം. ഓഫ് കോഴ്സ് വി ഫൈൻഡ് മെനി സ്പിരിച്വൽ പീപ്പിൾ ഹു ആർ ഈഗോയിസ്റ്റിക്. അപ്പോൾ അത് കാരണം നമുക്ക് തോന്നുകയാണ് അങ്ങനെയാണെന്നുള്ളത്. ബട്ട് രമണ മഹർഷിയുടെ ഈ പാത്തിലൂടെ പോകുന്ന സമയത്ത് ആത്മവിചാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അനുഭവമുള്ളതാണ് ആ ഈഗോ ഇല്ലാതെയാകുമ്പോഴുള്ള സുഖം, ആ സമാധാനം, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള കൂടിച്ചേരൽ. നമ്മളതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് അല്ലേ. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാത്തിലേക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4 മാർഗങ്ങളല്ലേ: കർമ്മ, ഭക്തി, യോഗ, ജ്ഞാനം. ഇതിനെക്കുറിച്ച് മഹർഷി വളരെ ഭംഗിയായി പറഞ്ഞ പുസ്തകമാണ് ഉപദേശ ഉണ്ടിയാർ എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട്, മഹർഷിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഡിവോട്ടി എന്ന് പറയുന്ന ശ്രീ മുരുകനാർ വലിയ കവിയായിരുന്നു. അദ്ദേഹം മഹർഷിയോട് റിക്വസ്റ്റ് ചെയ്തതാണ്. കാരണം രമണ മഹർഷി ആര് ചോദിക്കുമ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യം ജ്ഞാനമാർഗത്തിലുള്ള ആത്മവിചാരമാണ്. അദ്ദേഹത്തിനറിയാം അതിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ആത്മസാക്ഷാത്കാരം നടക്കുകയുള്ളൂ എന്ന്. പക്ഷേ മുരുകനാർക്കറിയാം ആളുകൾക്കൊന്നും പറ്റില്ല. നമ്മളെല്ലാവരും പല പല മാർഗ്ഗങ്ങളിലൂടെ പോകുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ജ്ഞാനമാർഗം ചേർന്നതായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ മഹർഷി എഴുതിയ 30 വേഴ്സസാണ് ഉപദേശ ഉണ്ടിയാൽ എന്ന പുസ്തകം. തമിഴിലാണ്. പിന്നീട് മഹർഷി തന്നെ സ്വന്തം കൈയക്ഷരത്തിൽ മലയാളത്തിലും തെലുഗുവിലും സംസ്കൃതത്തിലും ഇതേ പുസ്തകം എഴുതി. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള ലോസ് ഓഫ് കോണ്ടൻറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് മഹർഷി ഈ 4 മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ 15 വർഷത്തിൽ മാത്രമാണ് കർമ്മ, ഭക്തി, യോഗ പറയുന്നുണ്ട്. 16 മുതൽ 30 വരെ മഹർഷി പറയുന്നത് വെറും ജ്ഞാനമാർഗം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 15 വർഷത്തിൽ കർമ്മത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും യോഗയെക്കുറിച്ച് പറയുമ്പോഴും അതിൽ ഓരോന്നിലും അവസാനം എത്തുന്നത് വീണ്ടും ജ്ഞാനത്തിലാണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി മഹർഷി നമ്മളോട് പറയുകയാണ് എല്ലാം ഒന്നാണ് എന്ന്. ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്നത് ജ്ഞാനമാണ്, ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ്, യോഗ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം അൾട്ടിമേറ്റാണ്.
ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. കർമ്മ, ഭക്തി, യോഗ. ഫോർത്ത് ജ്ഞാന. ഫോർത്ത് കൂടെ കാണിക്കാതിരിക്കാൻ കാരണം ഈ 3 മാർഗങ്ങളിൽ കർമ്മയിലും ഭക്തിയിലും യോഗയിലും ഒരാളവിടെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ആരാ ഉള്ളത്? ദ ഡൂവർ. ഡൂവർ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾ. ഒരു ഞാൻ അവിടെയുണ്ട്. ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഭക്തി മാർഗം സ്വീകരിക്കുമ്പോൾ, എൻ്റെ ഇഷ്ടദേവനെ, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഭക്തിയിലാണ്. പക്ഷേ അവിടെ ഞാനുമുണ്ട്, എൻ്റെ മനസ്സിലുള്ള ഞാൻ ആരാധിക്കുന്ന ഈശ്വരനുമുണ്ട്. യോഗയാകുന്ന സമയത്ത് അവിടെ പ്രാണായാമവും ക്രിയകളും എല്ലാം ഉണ്ടല്ലോ. അത് ചെയ്യാൻ അവിടെ ഒരാളുണ്ട്. ശരിയല്ലേ? ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാത്തിലും ഒരു ഡൂവർ ഉണ്ട്. കർമ്മയോഗയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും കർമ്മയോഗ, ആ കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മം യോഗയായിട്ട് മാറണമെങ്കിൽ, യൂണിയനായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? സെൽഫ്ലെസ്നെസ് വേണം, ഡിറ്റാച്ച്മെൻറ്റ് വേണം, ഇക്വാനിമിറ്റി വേണം, ഒരു സ്ഥിരത വേണം, ബാലൻസ് വേണം, റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് വേണം. അതായത് നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് എന്ത് നേടണം എന്ന ചിന്ത പോലും വരാൻ പാടില്ല, ആഗ്രഹം പാടില്ല എന്നർത്ഥം. അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം കർമ്മയോഗ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലേക്ക് എത്തണമെങ്കിൽ അത്ര ഈസി അല്ല എന്നർത്ഥം. ബിക്കോസ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇക്വാനിമിറ്റി എങ്ങനെ വരും? എങ്ങനെ റിനൗൺസ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സ്? ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് വേണ്ടേ? അതെങ്ങനെയാണ് അറിയാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വരും. സോ ഡിസയർലെസ് ആക്ഷൻ എന്ന് പറയും. രമണ മഹർഷി 3-ാമത്തെ വേഴ്സിൽ ഈ പുസ്തകത്തിൽ, ഉപദേശം ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നു, ഡിസയർലെസ് ആക്ഷൻ, നിഷ്കാമ്യ കർമ്മ, ഡെഡിക്കേറ്റഡ് ടു ഗോഡ്, വിൽ പ്യൂരിഫൈ ദ മൈൻഡ് ആൻഡ് ഇറ്റ് വിൽ ഷോ ദ പാത്ത് ടു ലിബറേഷൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടത് ലിബറേഷനാണ്. ലിബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻലൈറ്റൻമെൻറ്റ്, അല്ലെങ്കിൽ ആനന്ദ എന്നുള്ളൊരു സ്റ്റേറ്റ്. ഏത് സമയവും ആ സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ലിബറേഷൻ. അപ്പോൾ ഡിസയർലെസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇച്ഛയില്ലാതെ നിഷ്കാമ്യ കർമ്മം, ഡെഡിക്കേറ്റഡ് ടു ഗോഡ്, ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, വിൽ പ്യൂരിഫൈ ദ മൈൻഡ് ആൻഡ് ഇറ്റ് വിൽ ഷോ ദ പാത്ത് ടു ലിബറേഷൻ. അപ്പോൾ ഫലത്തിൽ ഒട്ടും ഇച്ഛയില്ലാതെ ഈശ്വരനിൽ നമ്മൾ പൂർണ്ണമായും അർപ്പിച്ചു കൊണ്ടുള്ള കർമ്മം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്യൂരിഫൈ ദ മൈൻഡ്, ചിത്തശുദ്ധി വരുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഷോസ് ദ പാത്ത് ടു ലിബറേഷൻ, മോക്ഷത്തിലേക്കുള്ള കാരണമാകുന്നു. അപ്പോൾ അവസാനം മോക്ഷമാണല്ലോ, മുക്തിയാണല്ലോ. ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ കർമ്മപാത പിന്തുടരുന്നവരെന്ത് വേണം? ഡിസയർലെസ് ആക്ഷൻ. ഡിസയർ പാടില്ല. യോഗ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ കർമ്മചക്രത്തിൽ പെട്ട് പോകാൻ പാടില്ല. കർമ്മം മാത്രം ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും ലിബറേറ്റഡ് ആകാൻ സാധിക്കില്ല. കർമ്മം ചെയ്യുന്ന സമയത്ത് ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡൂവർ വന്നു. ആ ഡൂവർ വരുന്ന സമയത്ത് ആ ഡൂവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അതെല്ലാം വന്നു. അപ്പോൾ ഡിസയർലെസ് ആയിട്ട് ചെയ്യാൻ വിഷമമാണ്. ഡിസയർലെസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ചിത്തശുദ്ധി വരികയുള്ളൂ. ചിത്തശുദ്ധി വന്നാൽ മാത്രമാണ് നമുക്ക് ലിബറേഷനിലേക്കുള്ള വഴി ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സ് കൊണ്ടോ വാക്ക് കൊണ്ടോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ലിബറേഷനിലേക്ക് നയിക്കുകയില്ല. ഡിസയർ ഉണ്ടെങ്കിൽ നയിക്കുകയില്ല. ഡിസയർ ഇല്ലാതെ നമ്മൾ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ അതല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തി ലിബറേഷനിലേക്ക് കാരണമായി മാറും. കാരണം ചിത്തശുദ്ധി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് അവിടെ. ഭക്തിയിലേക്ക് പോകുന്ന സമയത്ത് ഭക്തിമാർഗം സ്വീകരിക്കുന്നവർ പല രീതിയിലും ചെയ്യും. ഈശ്വരനെ പ്രൈസ് ചെയ്യും, സ്തോത്രങ്ങളൊക്കെ ചൊല്ലും, ജപിക്കും, സ്തുതിക്കും. മെഡിറ്റേഷനിലേക്ക് പോകും. മനസ്സിൽ ഈശ്വരൻ ധ്യാനിച്ചുകൊണ്ട് ഏത് ഫോമാണോ നിങ്ങൾക്കുള്ളത്, ഫോംലെസ് ഗോഡായാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു സങ്കല്പം മതിയല്ലോ. ആ സങ്കല്പത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പലതും ജപിക്കാറുണ്ട്, ഉച്ചത്തിൽ ജപിക്കാറുണ്ട്, മനസ്സിൽ ജപിക്കാറുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഭക്തിയുടെ ഫോംസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. മഹർഷിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. 4-ാമത്തെ വേഴ്സിൽ മഹർഷി പറയുന്നു, ദിസ് ഇസ് സർട്ടൻ, ഉറപ്പായിട്ട് പറയാണ്, പൂജ, ജപ ആൻഡ് ധ്യാന ആർ ആക്ഷൻസ് ഓഫ് ദ ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ് റെസ്പെക്റ്റീവ്ലി. പൂജ ചെയ്യുന്നത് എന്തിൻ്റെ ആക്ഷനാണ്? ആക്ഷൻ ഓഫ് ദ ബോഡി. ശരീരം കൊണ്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. ജപം ചെയ്യുന്നതോ സ്പീച്ച്, വാക്കുകൊണ്ടാണ്. ആൻഡ് ധ്യാനം ചെയ്യുന്നതോ മനസ്സുകൊണ്ടാണ്. റദർ ദാൻ ഈച്ച് പ്രിസീഡിങ് വൺ, ദ സക്സീഡിങ് വൺ ഇസ് സുപ്പീരിയർ.
അതിൻ്റെ അർത്ഥം എന്താ? ധ്യാനം ജപത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മഹർഷി പറയുകയാണ്. ധ്യാനം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്ന ധ്യാനം വാക്കുകൊണ്ട്, സ്പീച്ച് കൊണ്ട് ചെയ്യുന്ന ജപത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ജപം പൂജയേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ജപത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പീച്ച് ആണ്, പൂജയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡിയാണ്. അപ്പോൾ വാക്കുകൊണ്ട് ചെയ്യുന്ന ജപം പൂജയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മഹർഷി പറയുന്നു. 6ാമത്തെ വേഴ്സിൽ പറയുന്നു, റാദർ ദാൻ പ്രൈസിങ് ഗോഡ് ജപ ഈസ് ഗുഡ്. സ്തോത്രങ്ങൾ ചൊല്ലി ഈശ്വരനെ സ്തുതിക്കുന്നതിനേക്കാൾ നല്ലതാണ്, ശ്രേഷ്ഠമാണ് ജപമാണ് എന്ന് പറയും. റാദർ ദാൻ ജപ ഡൺ ഇൻ എ ലൗഡ് വോയിസ് ജപ ഫെയിൻറ്റ്ലി വിസ്പേർഡ് വിത്തിൻ ദ മൗത്ത് ഇസ് ഗുഡ്. ഈശ്വരനാമം ഉച്ചത്തിൽ ജപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശബ്ദമുണ്ടാക്കാതെയുള്ള ജപം. ജപ ഫെയിൻറ്റ്ലി വിസ്പേർഡ് വിത്തിൻ ദ മൗത്ത്. ആൻഡ് റാദർ ദാൻ ജപ വിത്തിൻ ദ മൗത്ത് ദാറ്റ് വിച്ച് ഇസ് ഡൺ ബൈ മൈൻഡ് ഇസ് ഗുഡ്. മാനസികമായ ജപമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു. ദിസ് മെൻ്റൽ റെപ്പറ്റീഷൻ ഓർ മാനസിക ജപ ഈസ് വാട്ട് ഇസ് കോൾഡ് മെഡിറ്റേഷൻ, ധ്യാന. ധ്യാന എന്ന് പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ നോക്കൂ എന്തൊക്കെയാണ് മഹർഷി പറഞ്ഞത്. ആദ്യം പറയുന്നു നമ്മൾ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുമല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ജപം എന്ന് പറയുന്നു. ആ ജപം തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ശബ്ദത്തിൽ പറയാം, മറ്റേത് നമുക്ക് മനസ്സുകൊണ്ട് ജപിക്കാം. ഇത് രണ്ടിലും നോക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് ജപിക്കുന്ന ജപമാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് പറയുന്നു. കാരണം അത് തന്നെയാണ് എന്ത്? മെഡിറ്റേഷൻ, ധ്യാനം. ഇത് ശരിക്കും ചെയ്താൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ. പലർക്കും മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ സാധിക്കുമോ? പറ്റില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ കഴിയാത്തവരെന്ത് വേണം? അവർ തൊട്ട് മുകളിലുള്ള ആ ഒരു പാത്ത് സ്വീകരിക്കണം. അതെന്താണ്? യു മസ്റ്റ് ഡു ജപ വിത്ത് യുവർ മൗത്ത്. മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരികയാണ്, നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ക്ലെൻസ് അവർ മൈൻഡ്. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, മനഃശുദ്ധി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്തായിരിക്കും? ശബ്ദം കൊണ്ട് ജപിക്കുക. അത് പറ്റാത്തവരെന്ത് വേണം? സ്തുതിയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോകാൻ, ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് ഓരോരുത്തർക്കും എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹർഷി പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവസാനത്തെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം, ശ്രേഷ്ഠം എന്ന് പറയുന്നു. പിന്നീട് 8ാമത്തേൽ പറയുന്നു, റാദർ ദാൻ അനന്യഭാവ ഡൺ വിത്ത് കൺവിക്ഷൻ ഹീ ഈസ് ഐ ഈസ് ഇൻഡീഡ് ദ ബെസ്റ്റ് അമംഗ് ഓൾ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിൽ നമുക്കിഷ്ടമുള്ള ഈശ്വരനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണല്ലോ. ഇവിടെ 2 തരം ഭാവ പറഞ്ഞു അല്ലേ? അന്യഭാവ, തന്നിൽ നിന്നും ഭിന്നനായ ഈശ്വരനെ ധ്യാനിക്കുന്നതിനേക്കാൾ ഞാൻ അവനാകുന്നു. ഞാൻ ഏത് ഈശ്വരനെയാണോ ധ്യാനിക്കുന്നത് ആ ഈശ്വരൻ, ആ ദൈവം ഞാനാകുന്നു. ഹീ ഈസ് ഐ. ആ രീതിയിലുള്ള ധ്യാനം, അതിന് അഭേദധ്യാനം എന്ന് പറയും. അതാണത്രേ കൂടുതൽ ശ്രേഷ്ഠം. ഭേദബുദ്ധിയോടുകൂടിയുള്ള ധ്യാനത്തേക്കാൾ ഈശ്വരൻ എന്നിൽ നിന്നും ഭിന്നനല്ല എന്ന ബോധത്തോടു കൂടിയുള്ള ധ്യാനമാണ് ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. നമുക്ക് പലർക്കും ദൈവം എന്ന് പറയുന്നത് മറ്റൊരു സങ്കല്പമല്ലേ, നമ്മളെക്കാൾ ഉയർന്ന, നമ്മളെക്കാൾ പവറുള്ള ഒരു സങ്കല്പമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലേ. മഹർഷിയുടെ ടീച്ചിങ്സ് പ്രകാരം ആ ഈശ്വരൻ ശരിക്കുള്ളത് എവിടെയാണെന്നറിയോ? നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ നമ്മളിവിടെയുണ്ട്, നമ്മുടെ മനസ്സവിടെയുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിനോടാണ്. നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഈശ്വരനെ സങ്കല്പിക്കുന്നത്, സൃഷ്ടിക്കുന്നത്. ആ മനസ്സിൽ സങ്കല്പിച്ച ഈശ്വരനെ നമ്മൾ പൂജിക്കുകയോ ധ്യാനിക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനോടാണത് പറയുന്നത്. അതിനാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഫസ്റ്റ് പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും പ്രയറിൻ്റെ മീനിങ് മഹർഷി ടീച്ചിങ്സ് പ്രകാരം വരുന്നത്. സോ ഗോഡ് ഇസ് നത്തിങ് ബട്ട് ഗോഡ് ഇൻ മെൻറ്റൽ ഫോം, ഇൻ അവർ മൈൻഡ്. നോക്കണം, നിങ്ങളാണോ പവർഫുൾ, നിങ്ങളുടെ മനസ്സാണോ? നിങ്ങളാണോ യഥാർത്ഥത്തിൽ കൂടുതൽ പവർഫുൾ, അതോ നിങ്ങളുടെ മനസ്സാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പറയും നിങ്ങളാണ് പവർഫുൾ എന്ന്. നിങ്ങളുണ്ടെങ്കിലല്ലേ മനസ്സുള്ളൂ. നിങ്ങളുണ്ടെങ്കിലല്ലേ മനസ്സുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു മീനിങ് എന്താണ്? നിങ്ങളുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ദൈവം ഉള്ളൂ എന്നർത്ഥം വരും. നമ്മളങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഞാനില്ലെങ്കിലും ഈശ്വരനുണ്ട്, ഈശ്വരനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ.
മഹർഷി പറയുന്നു അന്യഭാവത്തിൽ നിന്നും മാറി അനന്യഭാവ, റദർ ദാൻ അന്യഭാവ, അനന്യഭാവ ഡൺ വിത്ത് കൺവിക്ഷൻ. ഉറപ്പ് വേണം, നമുക്ക് ആ ഫീലിംഗ് വരണം. ഞാൻ ആ ഈശ്വരനാണ് എന്ന ഫീലിങ്ങോട് കൂടി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നത് പോലെയാവും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത വേഴ്സിൽ പറയുന്നു, ബൈ ദ സ്ട്രെങ്ത് ഓഫ് മെഡിറ്റേഷൻ, ദാറ്റ് ഈസ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് സച്ച് അനന്യഭാവ ഓർ സെൽഫ് അറ്റൻഷൻ. അനന്യഭാവ എന്ന് പറഞ്ഞാൽ ഞാൻ അവനാകുന്നു എന്നല്ല പറഞ്ഞത്, അതാണല്ലോ അഭേദധ്യാനം എന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ മഹർഷി ക്ലാരിഫൈ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? സെൽഫ് അറ്റൻഷനാണ്. സെൽഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അറിയുകയാണ്, അത് തന്നെയാണ് സെൽഫ് എൻക്വയറി. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഈശ്വരനെ നാം തന്നെയായി സങ്കല്പിച്ചുകൊണ്ട് ആ എന്നിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞ് അവിടേക്ക് ഭക്തിയോടെ ഞാൻ സമീപിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽഫ് അറ്റൻഷനായിട്ട് മാറും, സെൽഫ് എൻക്വയറി ആയിട്ട് മാറും. വിച്ച് ട്രാൻസെൻസ് മെഡിറ്റേഷൻ എലോൺ ഇസ് ദ ട്രൂത്ത് ഓഫ് സുപ്രീം ഡിവോഷൻ. പരഭക്തി തത്വ എന്ന് പറയുന്നു. അപ്പോൾ എന്താ വേണ്ടത്? ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട്, അതായത് അനന്യഭാവ അല്ലേ, അതാണ് ആത്മശ്രദ്ധ, സെൽഫ് അറ്റൻഷൻ. അങ്ങനെ ധ്യാനത്തെ മറികടക്കുന്ന അവസ്ഥ മാത്രമാണ് പരമമായ ഭക്തി എന്ന് മഹർഷി പറയണം. ഏറ്റവും പരമമായ ഭക്തി എന്താണ്? ഞാൻ ആ ഈശ്വരനാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന സങ്കല്പം, എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞ് അവിടെയാണ് പ്രാർത്ഥന വേണ്ടത്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്നാണ് പറഞ്ഞതില്ലേ. അപ്പോൾ അവിടെ ഞാനും എൻ്റെ പിതാവും എന്ന് പറഞ്ഞു, ഞാനും എൻ്റെ ഈശ്വരനും ഒന്നാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എവിടേക്കാണ്? എന്നിലേക്ക് തന്നെയാണ്. ആ രീതിയിലാണെങ്കിൽ സുപ്രീം ഡിവോഷനായി എന്ന് പറയുന്നു. യോഗയിലേക്ക് വരുന്ന സമയത്ത് ആസന, ക്രിയ, പ്രാണായാമ, മെഡിറ്റേഷൻ, അങ്ങനെ പലതുണ്ടല്ലോ. നമ്മളെല്ലാവരും പലതരം മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ചക്ര മെഡിറ്റേഷൻ, ആജ്ഞാചക്രയിലും സഹസ്രാര ചക്രയിലും പ്രാണായാമം ഉപയോഗിച്ചും അല്ലെ കുറേ സമയം നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചും നാഡീശോധന, പലതരം പ്രാണായാമം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇതുകൊണ്ട് വളരെ ഗുണമുണ്ട്. എന്താ കാരണം വെച്ചാൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്നു, മനസ്സിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, കോൺസെൻട്രേഷൻ, ഇതെല്ലാം നമുക്ക് ഉണ്ടാവുകയാണ്. മഹർഷി 11ാമത്തെ വേഴ്സിൽ ഇതിനെക്കുറിച്ച് പറയുന്നു, ബൈ റെസ്ട്രെയിനിങ് ദ ബ്രെത്ത് വിത്തിൻ ദ മൈൻഡ് വിൽ ഓൾസോ സബ്സൈഡ്. പ്രാണനെ നിരോധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സ് അടങ്ങുന്നു എന്ന് പറയുകയാണ്. ലൈക്ക് എ ബേർഡ് കോട്ട് ഇൻ എ നെറ്റ്. കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ, കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ നമ്മൾ നമ്മുടെ പ്രാണനെ, ശ്വാസത്തെ നിരോധിച്ചാൽ, നിയന്ത്രിച്ചാൽ എന്ത് സംഭവിക്കും? മനസ്സടങ്ങും. ദിസ് പ്രാക്ടീസ് ഓഫ് ബ്രെത്ത് റെസ്ട്രെയിൻ ഇസ് എ ഡിവൈസ് ടു റെസ്ട്രെയിൻ ദ മൈൻഡ്. അപ്പോൾ ഈ പ്രാണായാമം പോലെയുള്ള പ്രക്രിയകൾ കൊണ്ടെന്താണ് ഗുണം? മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു വഴിയാണ് എന്നാണ് മഹർഷി പറയുന്നത്. തൊട്ടടുത്ത 12ാമത്തെ വേഴ്സിൽ മഹർഷി പറയുന്നത് ഈ പ്രാണനും മനസ്സും, മൈൻഡ് ആൻഡ് ബ്രെത്ത്, ഇത് രണ്ടും രണ്ട് ശാഖകളായിട്ടാണ് പറയുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അറിയുന്നു, പ്രാണൻ ഡൂയിങ് എന്നാണ് പറയുന്നത്. നോയിങ് എന്ന് പറഞ്ഞാൽ ബോധം, ഡൂയിങ് എന്ന് പറഞ്ഞാൽ കർമ്മം. ബോധവും കർമ്മവുമായിട്ടാണ് മഹർഷി ഇതിനെ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് മനസ്സും ശ്വാസവും ബ്രെത്തും പ്രാണനും ഉത്ഭവിക്കുന്നത്. രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നു. ഒരു ബ്രാഞ്ച് കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു, മറ്റൊന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുന്നു എന്ന മീനിങ്ങിലാണ് പറയുന്നത്. രണ്ടിൻ്റെയും ഒരേ പോയിൻ്റാണ് അതിൻ്റെ ഉറവിടം എന്ന് മഹർഷി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം തൊട്ട 13ാമത്തെ വേഴ്സിൽ മഹർഷി പറഞ്ഞത്, ഈ പ്രാണായാമം പോലെയുള്ള പ്രക്രിയകൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മനസ്സ് ശാന്തമാകുമല്ലോ. ആ മനസ്സ് ശാന്തമാകുന്നതിന് ലയ എന്നാണ് പറയുന്നത്. മനസ്സ് അടങ്ങും, ലയ. മനസ്സ് അടങ്ങിക്കഴിഞ്ഞാൽ ആ അടങ്ങിയ മനസ്സ് വീണ്ടും ഉണരും, വീണ്ടും പുറത്തോട്ട് വരും. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പിറ്റേ ദിവസം ഉണരില്ലേ, ആ രീതിയിൽ. അപ്പോൾ പ്രാണായാമം കൊണ്ടോ യോഗ പ്രാക്ടീസ് കൊണ്ടോ പൂർണ്ണമായും മനസ്സിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. മനോലയം സംഭവിക്കുന്നു. മഹർഷി ഇവിടെ പറയുന്ന ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനമാർഗത്തിൽ നമ്മൾ മനസ്സിനെ അടക്കുകയല്ല ചെയ്യുന്നത്, പിന്നെന്താ ചെയ്യുന്നത്? മനസ്സിനെ ഇല്ലാതെയാക്കുക ചെയ്യുന്നത്. അതിന് പറയുന്നു മനോനാശ. അപ്പോൾ മനോലയത്തിൽ പോയ ഒരു വ്യക്തിക്ക് അത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ ഗുണമുണ്ടാകുന്നത്. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞാലും അതിൻ്റെ ഗുണമുണ്ടായിരിക്കും, പക്ഷെ വീണ്ടും ആ അടങ്ങിയ മനസ്സ് തിരിച്ചു വരും. അപ്പോൾ ആ മനസ്സ് എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ തന്നെ വീണ്ടും ചെയ്തു തുടങ്ങും. പക്ഷേ മനോനാശം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ആ മനസ്സ് തിരിച്ചു വരില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ സാധിക്കും.
മനസ്സില്ല എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ്. മനസ്സില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെമ്മറി ലോസ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ മനസ്സും ആത്മാവും ഒന്നായി മാറി എന്നാണ് അർത്ഥം. അത്രയും ശുദ്ധി സംഭവിച്ച മനസ്സാണ് മനസ്സില്ലാതെ എന്ന് പറഞ്ഞ അർത്ഥം. മനസ്സില്ലാതെ വെച്ചാൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് എന്താ ആരും പരിചയമില്ല, അങ്ങനെയല്ല. അതല്ല മനോനാശം. മനോനാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അത്രയും ക്ലാരിറ്റി സംഭവിച്ചു, മനസ്സിൽ അത്രയും ചളിയായിരുന്നു, അത് കംപ്ലീറ്റ്ലി പോയ ശേഷം ഒരു പ്യുവർ ക്രിസ്റ്റൽ പോലെയായി. പ്യുവർ ക്രിസ്റ്റൽ പോലെയാവുന്ന സമയത്ത് നമ്മുടെ ആത്മാവിലുള്ള വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം അതിലൂടെ പ്രകാശിക്കും. അപ്പോൾ ആ പ്രകാശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനും വേണ്ടിയല്ല, ഡിസയർലെസ് ആണ്. ആരെയും തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഒരു തിരക്കുമില്ല. എനിക്കറിയാം ഞാൻ മരിക്കില്ല. മരിക്കുന്നത് മനസ്സാണ്, മരിക്കുന്നത് ശരീരമാണ്, ആത്മാവ് മരിക്കുന്നില്ല, അല്ലേ? ഇറ്റേണലാണ്. ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് എനിക്ക് ഓറഞ്ച് പിഴിയാൻ ഒരു തിരക്കും ഇല്ലയെന്ന്. ഓക്കെ, ഇംഗർസോളിന് തിരക്കുണ്ടായിരുന്നു, കാരണം അദ്ദേഹം മനസ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഇവിടെ കർമ്മയായാലും ശരി, ഭക്തിയായാലും ശരി, യോഗയായാലും ശരി, ഇത് ചെയ്യുന്നത് ഒരു കർത്താവ്, ഡൂവർ എന്ന് കാണിച്ചല്ലോ. ആ ഡൂവർ കർത്താവാണ് ശരിക്കും ഈഗോ. അപ്പോൾ നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഭക്തിയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ അവിടെ ഈഗോ ഇല്ലാതെ ആവുകയാണോ ചെയ്യുന്നത്? ഈഗോ സ്ട്രോങ് ആവുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും സ്ട്രോങ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി പലതും ചെയ്ത് കഴിഞ്ഞാൽ ഈഗോ സ്ട്രെങ്തൻ ആകും എന്ന് പറയാൻ കാരണം. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു ആഗ്രഹം വരാനുള്ളൊരു കാരണം ഈ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൾ ഇല്ലാതെയാകുന്നില്ല. ഈഗോനെ കുറിച്ചാണ് പറയുന്നത്. ശരീര മനസ്സ് ഞാനാണെന്നുള്ള തോന്നലാണ് ഈഗോ. ശരീര മനസ്സോടെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ശരീരമാണ് എന്ന ബോധം ഇല്ലാതെയാകുമ്പോൾ ഈഗോ നശിച്ചു. ശരീരം അപ്പോഴും നിലനിൽക്കും. ആ ശരീരത്തിലൂടെ, മനസ്സിലൂടെ സെൽഫ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ പ്രകാശം ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ യോഗയും. അപ്പോൾ നോക്കൂ, ഈ 3 ഭാവത്തിലും അവിടെ ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് എ ഡൂവർ ഓഫ് കർമ്മ, ഭക്തി, യോഗ. അപ്പോൾ എന്താ വേണ്ടത്? ആ ഈഗോനെ നമ്മൾ തിരിച്ച് ആത്മാവിലേക്ക് കൊണ്ടുവരണം. ആ കർമ്മ ചെയ്യുന്ന ഈഗോ ഉണ്ടല്ലോ, ഭക്തിയിൽ മുഴുകുന്ന ഈഗോ ഉണ്ടല്ലോ, ആ യോഗ, രാജയോഗയെ ഉദ്ദേശിക്കുന്നത്, അതിലേർപ്പെടുന്ന ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോ, ആ ഞാനിനെ എവിടേക്ക് കൊണ്ടുവരണം? തിരിച്ച് സെൽഫിലേക്ക് ലയിപ്പിക്കണം. വി മസ്റ്റ് മേക്ക് ഇറ്റ് റെസ്റ്റ് ദെയർ, ബ്രിങ് ഹിം ബാക്ക് ടു ദ സോഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴും അവിടെ കർമ്മം നടക്കും. കർമ്മം നടക്കുമ്പോൾ അവിടെ ഈഗോ ഉണ്ടാവില്ല. ഈഗോ ഇല്ലാതെ കർമ്മം നടക്കുമ്പോൾ അതാണ് നിഷ്കാമ്യ കർമ്മം. അപ്പോൾ അവിടെ ഇന്നത് വേണം എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഇല്ല. അങ്ങനൊരു സങ്കല്പം ഉള്ള ഒരു വ്യക്തി അവിടെ ഇല്ല. കാരണം ദറ്റ് പേഴ്സൺ, ദറ്റ് ഈഗോ, ദി ഐ, ദറ്റ് ഐ ആം ഹാസ് സബ്സൈഡഡ് ടു ദ സോഴ്സ്. അവിടെയാണ് ശരിയായിട്ടുള്ള ഭക്തി വരുന്നത്, അവിടെയാണ് ശരിയായിട്ടുള്ള യോഗ വരുന്നത്, അവിടെയാണ് ശരിയായിട്ടുള്ള കർമ്മ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം ജ്ഞാനമായിട്ട് നമുക്ക് പറയാം, കാരണം ഈഗോ ബാക്കിയില്ല. അതുതന്നെയാണ് മഹർഷി പറയുന്നത്, അബൈഡിങ്, ഹാവിങ് സബ്സൈഡഡ് ഇൻ ദ പ്ലേസ് ഓഫ് റൈസിങ് ഇൻ വൺസ് സോഴ്സ്, ദ റിയൽ സെൽഫ്, ദാറ്റ് ഈസ് കർമ്മ, desireless action, and bhakti, devotion, that is yoga, union with God, and jnana, true knowledge. ഹൃദയത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥ കർമ്മം. ഹാവിങ് സബ്സൈഡഡ് ഇൻ ദ പ്ലേസ് ഓഫ് റൈസിങ് ഇൻ വൺ സോഴ്സ്, അവിടെ അബൈഡ് ചെയ്യണം, ദാറ്റ് ഈസ് കർമ്മ. അതുതന്നെയാണ് യഥാർത്ഥ ഭക്തിയും യോഗവും ജ്ഞാനവും എന്ന് മഹർഷി പറയാണ്. ഇതാണ് ദ യൂണിയൻ ഓഫ് കർമ്മ, ഭക്തി, യോഗ ആൻഡ് ജ്ഞാന. കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം, ഈ 4ൻ്റെയും സംയോജനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെൽഫിലാണ്. ദാറ്റ് ഇസ് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾ സ്പിരിച്വൽ പാത്ത്സ്. എല്ലാ ആത്മീയ പാതകളുടെയും സംഗമസ്ഥാനം എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് ശരിക്കും സെൽഫ് ആണ്. അപ്പോൾ മഹർഷിയുടെ ടീച്ചിങ് പ്രകാരം ഈ ഞാൻ എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കുന്ന ഒരു ബോധമുണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്നൊരു ചിന്ത ഉള്ളുണ്ടല്ലോ, ആ ഞാൻ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സുകൊണ്ടല്ല, വിചാരം ചെയ്യണം, എൻക്വയറി ചെയ്യണം, നമ്മൾ അന്വേഷിക്കണം. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും, ഓ ഞാൻ ഈ ശരീരമാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരിക. ഞാൻ ശരീരമല്ല, ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തും നമുക്ക് ഞാൻ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ഞാൻ എന്ന ഫീലിങ്ങിന് യാതൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ശരീരത്തിന് മാറ്റം ധാരാളം സംഭവിച്ചു, അല്ലേ? ആ ഞാൻ എന്നൊരു ബോധത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നോക്കിക്കോളൂ. നമുക്ക് എക്സ്പീരിയൻഷ്യലായിട്ടുള്ള കാര്യമായി പറയുന്നത്, ഇതൊരു ഫിലോസഫിയേ അല്ല. ഞങ്ങൾ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്തുള്ള ഞാൻ എന്നുള്ളൊരു ബോധവും ഇപ്പോഴുള്ള ഞാൻ എന്ന ബോധത്തിലും യാതൊരു വ്യത്യാസവും ഇല്ല. സോ ദാറ്റ് ഐ ഈസ് കോൺസ്റ്റൻറ്റ്.
ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറാതിരിക്കുന്ന ഒരു ഞാൻ അവിടെ ഉണ്ടല്ലോ, അതായിരിക്കണ്ടേ ഞാൻ, യഥാർത്ഥ ഞാൻ. ഈ ശരീരമാകാൻ വഴിയില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. മനസ്സുകൊണ്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുക. മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം വരുന്നു, ദുഃഖം വരുന്നു, അസൂയ തോന്നുന്നു, നന്ദിയുടെ ഭാവം ഉണ്ടാകുന്നു, പല പല ഭാവങ്ങൾ വരികയാണ് അല്ലേ, പല പല വികാരങ്ങൾ വരികയാണ്. ഈ വികാരങ്ങളൊന്നും ഞാനല്ലല്ലോ, ഈ മനസ്സൊന്നും ഞാനല്ലല്ലോ. ഇതെല്ലാം അറിയുന്നത് ആരാണ്? അവിടെ ഞാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് ഇന്ന സമയത്ത് ദേഷ്യമായിരുന്നു, ഈ സമയത്ത് എനിക്ക് സന്തോഷമായിരുന്നു, ഈ സമയത്ത് എനിക്ക് സ്നേഹമായിരുന്നു എന്ന് പറയാൻ കാരണം അവിടെ ഞാനുണ്ട്. ആ ഞാൻ സാക്ഷിഭാവത്തിൽ ഈ എല്ലാ അവസ്ഥകളെയും കാണുന്നുണ്ട്. ഈ അവസ്ഥകൾ ഞാനല്ല, അപ്പോൾ മനസ്സ് ഞാനല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം ഞാനല്ല, അപ്പോൾ ശരീരവും മനസ്സും ഞാനല്ല. ഈ ശരീരവും മനസ്സും ഞാനല്ല എന്നെനിക്കറിയാം. അല്ലെങ്കിൽ ഈ ശരീരവും മനസ്സും ഞാനാണ് എന്ന് പറയുന്നൊരു ഞാൻ അവിടെയുണ്ട്. അപ്പോഴും അവിടെ ഞാൻ വേറെ തന്നെയാണ്. അപ്പോൾ ആ ഞാൻ എന്ന വസ്തുവിനെ, സ്വത്വത്തെ കണ്ടെത്തണം. അതാണ് ഹൂ എം ഐ. അപ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയണം. നെഗേഷൻ എന്നാണ് പറയുക. നേത്തി എന്നാണ് ഉപയോഗിക്കുന്നത്. നോട്ട് ദിസ്, നോ ഐ കനോട്ട് ബി ദിസ്, ഐ കനോട്ട് ബി ദിസ് ബോഡി, ഹൗ ക്യാൻ ഐ ബി ദിസ് ബോഡി എന്ന് ചോദിക്കണം. എനിക്കെങ്ങനെയാണ് ഈ ശരീരമാവാൻ പറ്റുക? ഇന്നലെ സ്വപ്നം കണ്ടപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ബോധമില്ലായിരുന്നു. ഞാൻ ഇവിടെയായിരുന്നില്ല, വേറെ എവിടെയോ ആയിരുന്നു. എൻ്റെ ശരീരം വേറെ എവിടെയാണ്. നോക്കൂ, ശരീരബോധം ഇല്ലാത്ത സമയത്തും ഞാൻ അവിടെയുണ്ട്. സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ, ഡീപ്പ് സ്ലീപ്പിൽ ഞാനുണ്ട്. ആ സമയത്ത് സ്വപ്നവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ വളരെ സുഖസുന്ദരമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവിടെ ഒരു ഞാൻ ബോധമുണ്ട്. പക്ഷേ ഈ ശരീരബോധമല്ല ഉള്ളത്, മനസ്സിൻ്റെ ബോധവുമല്ല ഉള്ളത്. സ്വപ്നത്തിൽ മനസ്സിൻ്റെ ബോധം മാത്രമുണ്ട്, ശരീരബോധമില്ല. ജാഗ്രത അവസ്ഥയിൽ ശരീരത്തിൻ്റെ ബോധമുണ്ട്, മനസ്സിൻ്റെ ബോധമുണ്ട്. കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ ഇതാണ് സത്യം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം പിഴിയാണ് ഈ ലോകത്തെ. ഇംഗർസോൾ പറഞ്ഞ പോലെ മാക്സിമം സ്ക്വീസ് ചെയ്യാണ്. ആ ഒരു മീനിങ്ങിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഹൂ am I എന്ന് പറഞ്ഞാൽ ഞാൻ ആര്? ഈ ഞാൻ ആരാണ്? ഈ പറയുന്ന ഞാൻ ആരാണ്? ഈ ബോധം, ഈ ചിന്തകളൊക്കെ ഉള്ള ഞാൻ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. അവസാന മഹർഷി 30ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഇതേ പുസ്തകത്തിൽ, വാട്ട് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇഫ് വൺ നോസ് ദാറ്റ് വിച്ച് റിമെയിൻസ് ആഫ്റ്റർ ഐ ഹാസ് സീസ്ഡ് ടു എക്സിസ്റ്റ്, ദാറ്റ് എലോൺ ഇസ് എക്സലൻറ്റ് തപസ്. ദസ് സെഡ് ലോർഡ് രമണ ഹു ഇസ് സെൽഫ്. മഹർഷി തന്നെ മഹർഷിയുടെ പേരോട് ഉപയോഗിക്കണേ. ഞാൻ എന്ന ഈഗോ ഇല്ലാതായി സ്വയം ആത്മാവായി വിളങ്ങുന്നത് തന്നെയാണ് ഏറ്റവും മഹത്തായ തപസ് എന്നാണ് പറയുന്നത്. ദാറ്റ് എലോൺ ഇസ് എക്സലൻറ്റ് തപസ്. രമണവാണിയാണ്, ലോർഡ് രമണ ഹു ഇസ് ദ സെൽഫ്. അപ്പം മഹർഷി പറയുന്നത് ദസ് സെഡ് ലോർഡ് രമണ ഹു ഇസ് ദ സെൽഫ് എന്നാണ്. രമണേശൻ എന്നാണ് ഉപയോഗിച്ചത് തമിഴിൽ. രമണേശൻ, ആ രമണൻ്റെ ഈശ്വരൻ, നിങ്ങളുടെ ഈശ്വരൻ തന്നെയാണ്. എല്ലാവരുടെയും സെൽഫ് ഒന്നാണല്ലോ. സോ ഹീ ഈസ് റെഫറിങ് ടു ഒരു ലോർഡ് രമണ ആസ് ഹിസ് ഗോഡ് വിച്ച് ഇസ് ദ സെൽഫ്. അതാണ് ഹു ഈസ് ദ സെൽഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഈഗോ ഇല്ലാതായി നിങ്ങൾ ആത്മാവായി വിളങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും മഹത്തായ തപസ്സിലാണ്.